അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടുമെന്ന് പറഞ്ഞാൽ നല്ല മണിച്ചിത്രത്തായിട്ട് തന്നെ പൂട്ടും എന്ന ഒരു വാശി, അതല്ലെങ്കിൽ ആരുടെയൊക്കെയോ കൈകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പോലീസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇല്ലാത്ത പരാതിക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് കേരളത്തിന്റെ തെരുവുകളിൽ ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോ പോലീസ് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ആരോ പോലീസിന് പറഞ്ഞു കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വ്യാജഗർഭം കൊണ്ടുപോയി അബോർഷൻ ചെയ്യിപ്പിച്ചത് അങ്ങ് ബാംഗ്ലൂരിലെ ഒരു ഹോസ്പിറ്റലിലാണെന്ന്. അങ്ങനെ ആരോ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ബാംഗ്ലൂരിലെ ആ ആശുപത്രിയും തപ്പി ഇറങ്ങുകയാണ് കേരള പോലീസ്. കേരള പോലീസിന് ഈ കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഈ എറണാകുളത്തെ യുവതിയാണ് എന്ന് ചിലർ പറയുന്നു, മറ്റു ചിലർ പറയുന്നു അല്ല തിരുവനന്തപുരത്തുള്ള യുവതിയാണ് എന്ന്. അങ്ങനെ ആരോ ആവട്ടെ, ജീവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ആ യുവതി മലയാളിയാണ്, കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ആ യുവതി, അങ്ങനെ ഒരു യുവതി ഉണ്ട് എന്നുള്ള ഇമാജിനേഷന്റെ പുറത്താട്ടോ ഇതൊക്കെ പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു യുവതി ഉണ്ട് എന്ന് നിങ്ങൾ ആരും കരുതണ്ട. ആ ഇല്ലാത്ത യുവതി ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ആ യുവതി ഉണ്ടെന്ന് പറയുന്ന പോലീസിനോടും ഈ മാധ്യമങ്ങളും ഒക്കെ പറയുന്ന ഉണ്ടെന്ന്, ഞാൻ മാത്രം കണ്ടു എന്നൊക്കെ പറയുന്ന ഈ യുവതിയെ എന്തുകൊണ്ട് പോലീസിന് നേരിട്ട് സമീപിക്കുവാനോ അതോ ആ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുവാനോ ആ യുവതിയിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങുവാനോ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്.